നൂറ ഷാനവാസിനോട് പറയണം, വേറൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ചോദിക്കണമായിരുന്നു, എനിക്കത് തീർക്കാനുണ്ട് എന്ന് പറയുമ്പം ഷാനവാസ് പറയാം, ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നൂറ. അതാണ് എന്ന് ഷാനവാസ്. അതാത് സ്പോട്ടിൽ, അതാത് കാലത്ത്, അതാത് സമയത്ത് ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ട കാര്യം. ഇനിയിപ്പോൾ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ ആര് വന്ന് കൊമ്പും കോലും ഉയർത്തിക്കൊണ്ട് വന്നാലും എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയത്തുമില്ല. എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് വാ ചോദിക്ക്, നേരെ എൻ്റെ അടുത്ത് വന്നോട്ടെ, ഞാൻ സംസാരിച്ചോളാം. ആർക്ക് വേണമെങ്കിലുള്ള ക്ലാരിറ്റി ഞാൻ അപ്പം തരാം. പച്ചയായ സത്യങ്ങളാണല്ലോ എല്ലാം, അല്ലേ എന്ന് നൂറോട് ചോദിക്കും. നൂറ മൂളുന്നു. എൻ്റെ തല വെരുത്തിരിക്കുകയാണെന്ന് നൂറ പറയുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഷാനവാസ്. സംസാരിക്കാതിരിക്കുകയോ, അതൊന്നും ഞാനുണ്ടാക്കിയ കഥകളോ ഞാനുണ്ടാക്കിയതോ അല്ല, ഞാൻ കേട്ട കാര്യങ്ങളാണ്. ഉണ്ടാക്കിയതാരാ? അപ്പോൾ ഇതായിരിക്കുന്നു എന്ന് പറയുന്നു നൂറ. അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പം നൂറ പറയാം, ഞങ്ങളതൊക്കെ ജസ്റ്റ് കേട്ടിരുന്നു, അത്രയേ ഉള്ളൂ. ഞാനവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ മിണ്ടിയില്ല. അനുവിനെ അങ്ങ് വലിച്ചു കീറിയണക്ക് ഷാനവാസിനെയും കൂടെ അങ്ങ് ഒതുക്കാമെന്ന് 2 എണ്ണം കൂടെ വിചാരിച്ചതാണ്, അതിലെയും നൂറയും കൂടെ. ഇവളുമാർക്ക് ഇതേ ഉള്ളൊരു ജോലി, എല്ലാവരെയും കൂടെ നിന്നിട്ട് അവരെ തന്നെ തലക്കടിക്കുന്ന പരിപാടി. ഇവളുമാരെ 2 എണ്ണത്തിനും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നൂറ കുറച്ചൊക്കെ എങ്കിലും ഭേദമാണെന്ന് വിചാരിച്ച്, അവളെ ഒട്ടും ഭേദമല്ല. അവൾ ഇത് തന്നെ ജോലി, പറയാനുള്ളതൊക്കെ ഇരുന്ന് പറയുകയും ചെയ്യും, കുറ്റം പറയുകയും ചെയ്യും, അവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. എന്നിട്ട് അങ്ങ് ആൾക്കാരുടെ മുമ്പിൽ അങ്ങ് നല്ലവൾ ചമയും. ഇവളെയൊക്കെ വോട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചേരെ വേണം ആദ്യം പറയേണ്ടത്. എത്ര നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു, അവരെയൊക്കെ ഔട്ടാക്കി. സത്യം പറഞ്ഞു, ഇതിനെ 2 എണ്ണത്തിനെ പറഞ്ഞുവിടേണ്ട കാലം കഴിഞ്ഞു. അതിലെ എന്നേ പോകണമായിരുന്നു, എന്നേ 50 ദിവസം പോലും അവളെ തേക്കാൻ വിടലുമായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. എത്ര നല്ല നല്ല ആൾക്കാർ അതിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണ്. ലക്ഷ്മിയൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്, ലക്ഷ്മിയൊക്കെ പോയി. ഭാഷ അറിയത്തില്ലെങ്കിലും ആ ജിസേൽ എത്ര നന്നായിട്ട് ജിസേൽ കളിച്ചതാണ്. ആ ജിസേലിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് ഇവളെയൊക്കെ പിടിച്ചതിനകത്ത് നടത്തിയേക്കുന്നത്. എന്തായാലും ഈ ആഴ്ച പോകുമല്ലോ. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.